നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സംസ്കൃതി ആർട്ട് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഖത്തറിലെ സംസ്കൃതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആർട്ട് എക്സിബിഷൻ. അത് സംസ്കൃതി സംഘടന എന്ന് പറയുന്നത് 25 വർഷത്തെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആർട്ട് എക്സിബിഷനാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വേണ്ടി വന്നതാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ കസിൻ വരച്ചിട്ടുള്ള പിക്ചറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ വരച്ചിട്ടുള്ള കലാകാരന്മാരുടെ അതിമനോഹരമായിട്ടുള്ള പിക്ചറുകൾ ഉണ്ടെന്നാണ് നമ്മളോട് ഇൻവിറ്റേഷൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. നമുക്കത് കാണാൻ വേണ്ടി പോകും. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ ഫ്രണ്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഓരോന്നിനും പേരുണ്ട് കേട്ടോ. ഓരോരോ ഈ പടത്തിനെല്ലാം പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഖത്തർ രാജാവ്, മജസ്റ്റിക് ഗ്രേസ്, റിഫ്ലക്ഷൻ ഓഫ് ദോഹ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേര് ലാൻഡ് ഓഫ് സെരാരിറ്റി, ടൈഗർ, ലാൻഡ്സ്കേപ്പ്, അടിപൊളി. ഇത് നമ്മുടെ മ്യൂസിയം ഓഫ് ഖത്തർ. അപ്പൊ നമ്മളെ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ, അതാണ് വിവേക് ദാസ് പലിശ്ശേരി എന്ന് പറയുന്ന ആളാണ് നമ്മളെ ക്ഷണിച്ചത്. അപ്പൊ അദ്ദേഹം വരച്ചിട്ടുള്ള പിക്ചറാണ് ഇതായി കാണുന്നത്. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ കാണാൻ. ഇതിന്റെ ദ വെയിറ്റ് എന്നാണ് ഈ പിക്ചറിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വരച്ചിട്ടുള്ള വേറൊരു പിക്ചർ ഇതാണ് ബിഫോർ ദ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരയുടെ ഒരു പടം. അതുപോലെ തന്നെ കോയി ഫിഷ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളി. നമ്മുടെ ആ ഗോൾഡ് ഫിഷ് എല്ലാം കൂടി ഇങ്ങനെ കലങ്ങി അടിപൊളി. അതെ അത് തന്നെ. എന്തൊരു ഡീറ്റെയിൽ എന്നത് കാണിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് സുഭാഷിന്റെ കസിൻ അല്ലേ, കസിൻ. അപ്പോൾ അദ്ദേഹം നല്ലൊരു പെയിന്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കണം. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് @വിവേക് സൈന എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഇനി നമുക്ക് ബാക്കി ഉള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഒരുപാട് വെറൈറ്റിയുള്ള പിക്ചറുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് നൂലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ആണിയിലും. ഇത് എല്ലാം നൈലാട്ടാണ് ഇതിനങ്ങോട്ട് വരുമ്പോൾ മൊത്തം കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ പോയിട്ടുള്ള സൂക്കൽ വക്കീഫ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ ഒരുപാട് പെയിന്റിങ്സ് അടുത്ത് കാണുമ്പോൾ ചുമ്മാ വരച്ചതായിട്ട് തോന്നും. പക്ഷെ ദൂരെ നോക്കുമ്പോട്ടല്ലോ എപ്പോൾ ഒരു രസം അല്ലേ ഈ ഒരു നൈലാട്ട് കണ്ടു. ഒന്നുമില്ല, അടുത്ത് നോക്കി ഇത് വേറെന്തോ എഴുതി വെച്ചെന്ന് തോന്നുന്നത് അല്ലേ. ഉണ്ടോ അടുത്ത. പക്ഷെ ദൂരെ നിന്ന് വരും. എനിക്കെന്തോ ഒരു സീബ്ര ഏതാണ് സീബ്ര അടിപൊളി അല്ലേ. അതുപോലെ ഇവിടുത്തെ രാജാവിനെ ഒരു നൈലാട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഇതിപ്പോൾ നമ്മൾ ഒരു നൈലാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു വിപിൻ ജാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടാക്കി. ഇതൊരു 300 ആണിയും 5000 മീറ്ററോളം നൂലും കൊണ്ട് ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ആർട്ടാണ്. 24 hours കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ നമ്മൾ സമ്മതിക്കുന്നത് അടിപൊളിയായിട്ട് സൂപ്പറല്ലേ. ഇത് ഗോൾഡൻ ഈഗിൾ ഐ ആണ്. അതായത് നമ്മുടെ ഗോൾഡൻ ഈഗിൾ അതിൻ്റെ കണ്ണായി വരച്ചിട്ട് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത്. ഇത് ദൂരെ നിന്ന് കാണുമ്പോഴേ നമുക്കതൊരു കണ്ണായിട്ട് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു വട്ടത്തിനകത്ത് ഒരു പൊട്ട് വെച്ചിട്ട്. ഇത് രണ്ടോ? അത് ശരി, അത് ശരി. എത്ര വയസ്സുണ്ട്? 6 years. അത് ശരി. ഇത് രണ്ടോ അല്ലേ? ക്യൂട്ട് പിക്ചറാണത്, അടിപൊളിയായിട്ട്. ഇത് രണ്ടും വരച്ചത് ആ മോനാണ് കേട്ടോ. അവൻ്റെ പേര് പൃഥ്വി പരമേശ്വർ നായർ. ഇത് രണ്ട് പടം വരച്ചത് അവനാണ്. ഒരു കാർട്ടൂൺ പരമായിട്ട് നമ്മൾ കുട്ടികൾ കാണുന്നതായിട്ടുള്ള കാർട്ടൂണിൻ്റെ എല്ലാ ഇതും വരച്ച് വെച്ചിട്ടുണ്ട്. ആ ക്യാൻവാസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വരം വരച്ചിട്ടുണ്ട്. വളർന്നു വരുമ്പോൾ നല്ല ഒരു പടം വരയ്ക്കാരനായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശ്വസിപ്പിക്കാം. വെള്ളം കുടിക്കുന്നതായിട്ടുള്ളതുണ്ട്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് അല്ലേ. ഇതിൽ ഫോട്ടോ എടുത്തോളൂ. അടിപൊളി അല്ലേ.
അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ഇതിന്റെ ഒരു സ്റ്റേജിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പടം വരച്ചവർക്കും അങ്ങനെ കലാകാരന്മാർക്കെല്ലാം അവാർഡുകളും മൊമെന്റും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടല്ലേ? അതെ അതെ. ഇവിടുത്തെ ഈ പടം വരച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവരെയൊക്കെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടൊക്കെയാണ്. ഈ മൊമെന്റ് കൈ വെച്ചിരിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പൊ അവരൊക്കെ വരച്ചിട്ടുള്ള പടങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. രാമചന്ദ്രൻ ആർഷ എന്ന് പറഞ്ഞിട്ടാണ് വരച്ച കേട്ടോ. ഒറിജിനാലിറ്റി ഒന്ന് നോക്കി. അതാണേ ചേട്ടനാ വരച്ചേ? ചേട്ടനാന്ന് വരച്ചത്? അത് ശരി, സൂപ്പറായിട്ടുണ്ടല്ലോ. നല്ല ഒറിജിനാലിറ്റി പോകുന്നതാണ്. ഇത് നമ്മൾ എക്സിബിഷന് വേണ്ടി ചെയ്തതാണോ അതോ അല്ലാതെ വരയ്ക്കുന്നത്? ഇത് ഞാനൊരു അമീറിന്റെ പോർട്രേറ്റ് കോമ്പറ്റീഷൻ, ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇവിടെ ഡിസംബറിൽ നടന്നായിരുന്നു. അതില് എനിക്ക് വേണ്ടി വരച്ചതാണ്. അതില് ഫൈനലിസ്റ്റ് ആണ് ഞാൻ. ഫൈനലിൽ സെലക്ട് ആയ പെയിന്റിങ് 11 പെയിന്റിങ്സ് ഞാൻ അന്ന് അമീറിന്റെ മാത്രം വരച്ചായിരുന്നു. അമീറിനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അമീറിനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് ശരി. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ദൂരെ കണ്ടപ്പോഴേ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് കാണാൻ തോന്നി. ഇവിടെ ഒന്ന് അടുത്ത് കാണുമ്പോഴേ നമുക്ക് ഇത് കാണാം. അതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് ഫൈനലിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്കൊരു അത്ര ചെയ്യുമല്ലോ. സൂപ്പറായിട്ടുണ്ട്. ടൈമില്ലായിരുന്നു. ഒരു പരിമിതമായ സമയത്തിനകമാണ് ഞാൻ ഒരു ദിവസം വരണം ചെയ്തു. ഒരു ദിവസം കൊണ്ട് വരയ്ക്കൂ ഇത്? നാട്ടിലെവിടാ? നാട്ടിലെവിടാ ചേട്ടൻ? എറണാകുളം. ഈ സൈസ് 4 പെയിന്റിങ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ചെറുതൊരെണ്ണുണ്ട്. അവിടെ 5. അത് ശരി ശരി. പിന്നെ ഒരു 11 പെയിന്റിങ്സ് വരെ. അത് നമ്മൾ ശ്രദ്ധിച്ച് പേര് ശ്രദ്ധിച്ചു. അതായത് ചോദിച്ചു ഇവിടെ നമുക്ക് ഇതിനെ കണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി കൺഗ്രാലേഷൻ. എന്റെ പേര് അനീഷ്. ഇതാരുണ്ട്, ഞങ്ങൾ ചെറിയൊരു ചാനലുണ്ട്, ഒരു വ്ലോഗ്. ഓൾ ഇൻ ഓൾ മച്ചാൻസ് എന്ന് പറയും. ഒരു 10K വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ്. നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്ത് ക്ഷണിച്ചിട്ടാണ് വന്നത്. നമ്മുടെ ഇവിടെ പടം വരയ്ക്കുന്ന ഒരാളുണ്ട്, നമ്മളൊരു വിവേക് എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതേ ക്ഷണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വേണ്ടി വന്നതാണ്. അപ്പൊ എനിക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ അവാർഡ്, ഇതിന്റെ പരിപാടി കഴിഞ്ഞു? അവാർഡില്ല. പിന്നെ മൊമെന്റ് കയ്യിലിരിക്കുന്ന എല്ലാവരും പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് ശരി. പിന്നെ നമ്മള് ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ നടത്തിയ അത് മറ്റേ ഡ്രഗ്സിനെതിരായിട്ട് അതില് ജൂനിയർ സീനിയർ കാറ്റഗറിയിൽ 6 പേര് തെരഞ്ഞെടുത്ത അവരുടെ പോസ്റ്റേഴ്സ് ആണ് ആ കാണുന്നത്. അവർക്ക് ഇവിടെ വെച്ച് നമ്മള് പ്രൈസ് കൊടുക്കുന്നത്. ആ ഫോട്ടോ ആരാ വരച്ചത്? ഇത് പോർട്രേറ്റ് എല്ലാം എന്റെയാണ്. അത് ശരി. അത് വിറ്റ് എത്ര രൂപയ്ക്ക് വിറ്റേക്കുന്നത്? 10,000. ആ ശരി. അമ്മയ്ക്കാണെങ്കിലും അതാരാ വാങ്ങിച്ചിട്ട് പോയി? അറബികൾ വല്ലതും? എനിക്കറിയില്ല. നന്നായിട്ട് അടിപൊളിയായിട്ട്. അത് ശരി. അത് ശരി. അത് ഇവിടുന്ന് അല്ലാതാണോ നമുക്ക് പൈസ കിട്ടുന്നത്? അല്ലാതാണോ? അപ്പൊ നേരിട്ടല്ല? അല്ല, അത് ശരി. അത് ശരി. ഇത് എത്രാമത്തെ? ഇത് 25 വർഷമായി ഈ ഒരു പേര്? സംസ്കൃതി 25 വർഷമായി. അത് ശരി. ഈ എക്സിബിഷൻ 2ാമത്തെ വർഷം. കഴിഞ്ഞ വർഷം മലബാറിലേക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സമാധാനത്തിന്റെ ഭാഗമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു വിജയം കണ്ടുപോയപ്പോഴേക്കും ആ ആളുകളെ പിരിച്ചുവിടാൻ തോന്നിയില്ല. അത്രയും ആളുകളെ നമുക്ക് കിട്ടുമ്പോഴത്തേനും, പ്രത്യേകിച്ച് കലാകാരന്മാരാകുമ്പോഴത്തേനും നമ്മൾ മാക്സിമം നമ്മൾ ഗൾഫിലേക്ക് വരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ അവരെ പിരിച്ചുവിടാൻ തോന്നില്ല. അങ്ങനെ അവരെ കെയർ ചെയ്ത ഒരു ഗ്രൂപ്പാക്കി നിർത്തി അങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്തത്. അത് വലിയ വിജയമായിട്ട് അപ്പുറമുള്ള ക്രൗഡാണ്. അതെ അതെ അതെ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് തീരല്ല. ഇത് അല്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 10 മണിക്കാണ് ആള് കൂടിയത്. 10 മണിക്കും പെയിന്റിങ്ങുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആളുകൾ. അത്ര നല്ല റിസൾട്ട് ആയിരുന്നു. കൊച്ചു കുട്ടികളും ഒരു കൊച്ചു പഴം വരച്ചൊരു 6 വയസ്സ് പൃഥ്വി വരച്ചു. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ പല കാറ്റഗറി ഉണ്ട്. ആളുകളുടെ നിങ്ങൾ ഈ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയോ? ഒരു എഫിഷ്യൻസി നമുക്ക് കൃത്യമായിട്ട് അറിയാം. ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ സ്കില്ലാണ്. പ്രൊഫഷണൽ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ട്. അറേഞ്ച്മെന്റിലും ആ ഒരു കൃത്യത അറേഞ്ച് ചെയ്തത്. അപ്പൊ അതിനകത്ത് ആ ഒരു കൃത്യത നമ്മൾ മാക്സിമം പാലിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു സ്ഥലത്ത് തന്നെയാണോ? കഴിഞ്ഞ പ്രാവശ്യം ICCയുടെ ഹാളിലായിരുന്നു. അത് ശരി. ഇതിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹാള് യൂസ് ചെയ്തെന്നുള്ളൂ. പക്ഷേ അടുത്ത വർഷം നമുക്ക് ഇതിന്റെ ഇരട്ടി ഹാള് പോലും നമുക്ക് പറ്റാതെ വരും. അത് ഇപ്പോഴും എൻകറേജ് വരുന്നുണ്ട്. ഇപ്പൊ ലൈവ് ഈ ടാർഗറ്റ് കിടക്കുന്ന എല്ലാവരുടെയും ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. ഇത് കുറച്ച് സ്ഥലം പോരാന്നുള്ളൊരു ഫീൽ തോന്നി. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ സെന്ററിൽ ഈ ഒരു ഹാള് സെറ്റ് ചെയ്തത് ഇന്നലെ രാത്രി സെറ്റ് ചെയ്തതാ. അത് ശരി. രാത്രി സെറ്റ് ചെയ്തിട്ടാണ് ഈ
ഫീച്ചർ കൂടി അവിടെ ആഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു 35% ചിത്രങ്ങൾ കൂടി വന്നിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റാത്തത് നമ്മളത് എണ്ണം കുറച്ച് നമ്മളത് ചുരുക്കിയിട്ട് 3 പെയിന്റിങ് ആക്കി. എന്തുമാത്രം പെയിന്റിംഗ് ഉണ്ട്, എന്തുമാത്രം കലാകാരന്മാർ ഏകദേശം ഒരു 300 പെയിന്റിങ് എടുക്കാം. അപ്പൊ അടുത്ത വർഷം ഇതിനെക്കാട്ടി വിപുലമായിട്ട് നടത്താനുള്ളൊരു ഉണ്ടാകട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ ഇനിമേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. ഓക്കെ, കാണാം. ഓൾ ദി ബെസ്റ്റ്. ഒരു ശില ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന്റെ പേര് സ്റ്റോൺ മാൻ. അതെ അതെ, അതല്ല അതിന്റെ പേരും ആണ് സ്റ്റോൺ മാൻ എന്നാണ്. ഒരു കല്ലിൽ തീർത്ത ശില്പത്തിന്റെ ആ ഒരു ഇതാണ്. ഇത് ആരെ നൗവ രാജയോ, എനിക്ക് മനസ്സിലായില്ല എന്താ പേര്. ചിരിക്കുന്ന ഒരു ഫാമിലി, നമ്മുടെ ജിറാഫിന്റെ ഒരു ഫാമിലിയുടെ ഫോട്ടോ ആണ്. ചിരിക്കുന്നില്ല എല്ലാവരും ഒരേപോലെ. ഖത്തറിന്റെ ആ ഒരു കൊറോണക്കെതിരെ പോരാടുന്ന ഖത്തറിന്റെ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഇൻ ദ പാൻഡമിക് ഓഷ്യൻ സെറമണി. ഒരു കാട് വെച്ചിരുന്നോ, കാട്, ഒരു ഡീപ്പ് കാട് അല്ലേ, അടിപൊളി അല്ലേ. ദൂരം നോക്കുമ്പോഴേ അതിൻ്റെ അത് മനസ്സിലാക്കും. പിന്നെ ഇതെന്തൊക്കെയോ അർത്ഥങ്ങളുള്ള ഒരു വേറെ പടം എനിക്ക് മനസ്സിലാകുന്നില്ല. പോസിറ്റീവ് ഹോപ്പ്. ഒരു മാനാണ്, പക്ഷെ ഇവിടെ ആ സെയിം തന്നെ മാന്റെ ആ സെയിം ഫോട്ടോ തന്നെയാണ്, പക്ഷെ വേറൊരു രീതിയിലാണെന്ന് ഹൈറ്റ് നോക്കി. ഇത് 4 അടി ഹൈറ്റ് ഉണ്ട്. ഇത് ഓൾറെഡി 10,000 റിയാൽ വിറ്റ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറിന്റെ ഒരു വില നോക്കി അല്ലേ. അപ്പോൾ ഒരാൾക്ക് ഇവിടെ 3 പിക്ചർ മാത്രമേ എക്സിബിഷന് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളൊരു നിബന്ധന ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പ്രദർശനത്തിൽ നിൽക്കത്തില്ല. അമ്മാതിരി പിക്ചറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇത് പിന്നെ കൊച്ചുകുട്ടികൾ ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ കൊച്ചുകുട്ടികൾ വരച്ചിട്ടുള്ള പിക്ചറുകളാണ് കാണുന്നത്. അതിനവർ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള പിക്ചറാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതായത് ഡ്രഗ്സിനെതിരെയുള്ള ഒരു വിഷയം ക്യാമ്പയിനും അവർക്ക് കൊടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിനെതിരെയാണ്. പോസ്റ്റൽ കോമ്പറ്റീഷൻ വിന്നേഴ്സിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് വിവേക് ദാസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കൂട്ടുകാരൻ സുഭാഷിന്റെ കസിനാണ് വരച്ചത്. സുഭാഷിന്റെ കസിനാണിത്. ഇത്ര 3 പടമല്ലേ നമുക്ക് വരച്ചിരിക്കുന്നത്? 3 അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എത്ര നാളോടെ വരച്ചത്? എത്ര ദിവസം കൊണ്ട്? ഇത് ഒരു 15 days. 15 days. ഓക്കെ ഓക്കെ. പിന്നെ ഇത് വരുന്നത് ഐ തിങ്ക് 3-4 days. അത് ശരി. പിന്നെ ഇത് ഓൾമോസ്റ്റ് 15 days. അത് ശരി. എത്ര നാളോട് പടങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്? എത്ര നാളോട് പടമൊക്കെ വരയ്ക്കുന്നുണ്ട്? നേരത്തോട്ട് പടങ്ങൾ? അത് ശരി. ഇത്രയും പടങ്ങളെ ഉള്ളോ, അല്ലെങ്കിൽ വേറെ പടങ്ങളൊക്കെ നമ്മുടെ ഉണ്ടോ? അതില് ബെസ്റ്റ് നോക്കിയിട്ട് കൊണ്ടുവന്നാണോ അതോ? അതെ, ഇത് ഈ എക്സിബിഷൻ വേണ്ടി ചെയ്തതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വരച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഈ ഒത്തിരി കളറുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതൊരു ഇന്റർനെറ്റിനെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ശരി. എന്തായാലും ആ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ കുറേ ഞങ്ങളിവിടെ നിന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് പോയി അതിനെപ്പറ്റി പറയാൻ സംസാരിക്കുക ചെയ്ത് പോകുന്നതാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലിയായിട്ട് തന്നെ. സുഭാഷിന് ഭയങ്കര നാളാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ അവരുടെ ഒരു ഫാമിലിയാണിത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്യുന്നതിന് വളരെ ഇപ്പം ഇത്ര നേരം അവിടെ പോയി ഞങ്ങൾ കുറേ നേരമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടിരിക്കുവായിരുന്നു. ആണോ? അപ്പോൾ എനിവേ താങ്ക് യു. അപ്പോൾ നമ്മൾ ആർട്ട് എക്സിബിഷനെല്ലാം കഴിഞ്ഞിട്ട് വെളിയിറങ്ങിയാൽ എന്തോ തിരക്കും ആൾക്കാരല്ലേ, സൗണ്ട് കൊണ്ടൊന്നും പറയാൻ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ട് എക്സിബിഷൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുവന്ന് കരുതുന്നു. അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ പടങ്ങൾ, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരച്ചിരിക്കുന്ന ഒരുപാട്
എൻട്രൻസ് ഇതാ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. എന്തോ ഡീറ്റെയിലിംഗ് അല്ലേ ഫോട്ടോ അല്ലേ? അത് പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല, അതേപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള പടങ്ങളും കാര്യങ്ങളാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിപ്പിക്കാം. തുടർന്നും നല്ലൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പലർക്കും ബൈ.